പോലീസ് പ്രയോഗിക്കണോ? അത് മര്യാദകളാണ്. അങ്ങനെ മര്യാദകളാണ്. ഞാൻ പറയുന്നത് ഈ ദിവസം അത്രയും 50 മണി രാത്രി വീശത് പോരാഞ്ഞ് രാത്രി വീശപ്പോൾ ജനം അവിടെ ഓടി മാറിയതാണ്. ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിൽ ആളുകളെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ആളുകൾ വലിയ രീതിയിൽ വന്നിരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് സൂരജ് വലിയ പ്രതിഷേധത്തിലേക്ക്, അതായത് അല്ല പറയൂ, അല്ല പെപ്പർ സ്പ്രേ ഉപയോഗിച്ചുള്ള പ്രയോഗത്തിന്റെ അത്രയും കടന്ന പ്രയോഗത്തിന്റെ ആവശ്യം എന്തായിരുന്നു സൂരജ്? അവിടെ ശരിയാണ്, നാട്ടുകാർ പ്രതിഷേധിച്ചു, ശരിയാണ്, നാട്ടുകാർ ഗേറ്റ് തള്ളി അതിന് ലാത്തി ചാർജ് ഉണ്ടായി, നാട്ടുകാർ ഓടിപ്പോയി. പിന്നീട് പെപ്പർ അടിക്കേണ്ട കാര്യം എന്താണ്? നാട്ടുകാർക്കെതിരെ, അതായത് ഈ നെന്മാറ പോലീസാണ് ഈ പെപ്പർ സ്പ്രേ അടിച്ചതെന്നുള്ളതാണ്. അതായത് 29-ാം തീയതി പരാതിയുമായി അഖില എന്ന് പറയുന്ന രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി ഇവിടെ എത്തിയിട്ട് ആ നീതി നടപ്പിലാക്കാൻ തയ്യാറാകാത്ത പോലീസാണ് ഇന്ന് ഇവിടെ പ്രതിഷേധിച്ച പൊതുജനത്തിനെതിരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു പരാതി കൊടുത്തിട്ട് പരാതി കേൾക്കാൻ തയ്യാറാകാത്ത പോലീസാണ് പെപ്പർ സ്പ്രേ മണിക്കൂറുകൾ അത്രയും ഈ നാട്ടുകാർ പോലീസിനൊപ്പം പറയാൻ കൂടിയവരാ സൂരജ്. അവരെ സംബന്ധിച്ച് ഈ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പോലീസിനൊപ്പം നിന്ന ആളുകളാണ്. ഈ പ്രതിക്ക് എല്ലാ സംരക്ഷണവും പോലീസ് നൽകുന്നു. അത് നിയമത്തിന്റെ ഭാഗമായിരിക്കാം, നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് നൽകുന്നതായിരിക്കാം. പക്ഷേ ഇതേ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതേ നീതി തേടിയാണ് അഖില എന്ന് പറയുന്ന 19-കാരി ഇവിടെ എത്തുന്നത്. 29-ാം തീയതി തന്റെ അച്ഛന്റെ ജീവന ഭീഷണിയാണെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുന്നു. അന്ന് അനങ്ങാതിരുന്ന നെന്മാറ പോലീസ് ഇന്ന് ഈ നാട്ടുകാർക്ക് നേരെ, അവരുടെ മുഖത്തിന് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്നത് വലിയ പ്രതിഷേധമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർത്തുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിയെ ഈ മറ്റൊരു വാഹനത്തിൽ, അതായത് ബസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഒരു കാറിലേക്ക് മാറ്റുന്നു. നാടകീയമായാണ് ഈ നെന്മാറ പോലീസ് സ്ഥലത്തേക്ക് പ്രതിയെ കയറ്റിയത്. ഈ നാട്ടുകാർക്ക് മുന്നിൽ പ്രതിയെ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ നാട്ടുകാർക്ക് മുന്നിൽ കാണിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. ഇന്ന് പോലീസ് ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് വരുമ്പോൾ പോലും ഈ നാട്ടുകാർ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മേഖലയിൽ കാടിറക്കിയുള്ള ഒരു തെരച്ചിലിന് നേതൃത്വം കൊടുത്ത നാട്ടുകാരാണ്. ഇതിനിടയിലാണ് ചെന്താമര വീട്ടിലേക്ക് നടന്നു പോകുന്നത്. പിന്നീട് പോലീസിന്റെ പിടിയിലാകുന്നു. 2 തവണയാണ് പോലീസ് നാട്ടുകാർക്കെതിരെ ലാത്തി പ്രയോഗിച്ചത്. അതിനുശേഷം പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്നു. അതും മഫ്തിയിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഈ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചതെന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഒരു പരാതി ഉണ്ടായ സമയത്ത് പോലും ആ പരാതിയിൽ ആക്ട് ചെയ്യാത്ത ഒരു പോലീസ് ഇവിടെ നാട്ടുകാരെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആ നാട്ടുകാരെ തല്ലിച്ചതക്കുന്നത് മാത്രമല്ല, അവർക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിക്കുക പോലും ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതാ വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്നു. വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോലീസും നാട്ടുകാരും തമ്മിൽ മുഖാമുഖം. അതായത് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം വലിയ ആൾക്കൂട്ടമാണ് ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതി ഒരു തവണ കുറ്റം ചെയ്തു, പിന്നീട് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് പുറത്തിറങ്ങി. ആ സമയത്ത് ഈ പ്രതിക്ക് വീണ്ടും ഈ കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുത്ത പോലീസാണ്. ആ പോലീസിന്റെ വീഴ്ച മറക്കാനാണ് ഇപ്പോൾ ഈ നാട്ടുകാർക്ക് നേരെ ഇത്തരത്തിൽ അതിക്രമം നടത്തിയതെന്നുള്ളതാണ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മുന്നിൽ നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്, ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. കാരണം അവർക്കത് ചെയ്തേ കഴിയുള്ളൂ. കാരണം അവരുടെ പാർട്ടി നമ്മൾ ഈ ജനം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിനെയോ അല്ലെങ്കിൽ അവർ ഗേറ്റ് അടക്കിയതിനോ ഒന്നും